സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അന്ത്യോദയ അന്ന യോജന മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് സമയപരിധി നീട്ടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 8 വരെയാണ് ജില്ലയിൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ, പിങ്ക് കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് അനുവദിച്ചിട്ടുള്ള സമയം. എന്നാൽ 3 മുതൽ ആരംഭിച്ച മസ്റ്ററിംഗ് ജില്ലയിൽ 66% മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനിയും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാനുണ്ട്. പലയിടങ്ങളിലും ആളുകൾ എത്താത്തതും ചിലയിടങ്ങൾ ഇപോസ് മെഷീൻ പണിമുടക്കുന്നതുമാണ് മസ്റ്ററിംഗ് ഇഴയാൻ ഇടയാകുന്നത്. സമയപരിധി കഴിയുന്നതോടെ ഇതുമൂലം നിരവധി പേർ റേഷൻ കാർഡുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് തീയതി ഒരാഴ്ച കൂടി നീട്ടിവെക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം. 3 ദിവസം പിന്നിട്ടിട്ടും റേഷൻ കടകളിലെത്തുന്നത് പരിമിതമായ അംഗങ്ങൾ മാത്രമാണ്. നേരത്തെ ആളുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതിനാൽ ഇപോസ് മെഷീൻ പണിമുടക്കിയിരുന്നു. ഇതോടെയായിരുന്നു മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ മസ്റ്ററിംഗ് പുനരാരംഭിച്ചിട്ടും ഉപഭോക്താക്കൾ എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കിയത്. മസ്റ്ററിംഗ് കൃത്യമായി നടത്തിയില്ലെങ്കിൽ റേഷൻ വിഹിതം ലഭിക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിനാൽ സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള റേഷൻ വിഹിതത്തിൽ കുറവ് വരും. അതിനാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. മസ്റ്ററിംഗ് ചെയ്യാൻ ഞായറാഴ്ചയും റേഷൻ കടകൾ തുടർന്ന് പ്രവർത്തിച്ചു. നിലവിൽ റേഷൻ കടകളുടെ പരിസരത്ത് സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ബൂത്തുകളിലാണ് മസ്റ്ററിംഗ് പുരോഗമിക്കുക. ടി മുഹമ്മദ് അലി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ